ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ചുള്ള അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൂടെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്താണെന്നും ഡാറ്റാബേസിലുള്ള വിവരങ്ങൾ ഗ്രൂപ്പ് ചെയ്ത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാമെന്നും നാം കണ്ടു. ഇനി നമുക്ക് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ജോയിൻ എന്ന കൺസെപ്റ്റിലേക്ക് കടക്കാം. ഇതുവരെ നാം പഠിച്ചത് മുഴുവൻ ഒരു ടേബിളിൽ നിന്ന് വിവരങ്ങൾ എങ്ങനെ ക്വറി ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കാമെന്നും അവയെ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്നുമാണ്. എന്നാൽ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ വിവരങ്ങൾ എല്ലാം ഒരു ടേബിളിൽ മാത്രമായിട്ടായിരിക്കില്ല സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുക. എല്ലാ വിവരങ്ങളും ഒരു ടേബിളിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ കോംപ്ലക്സിറ്റി വർദ്ധിക്കുവാനും അതുപോലെ റിപ്പീറ്റഡ് ഇൻഫർമേഷൻസ് വരാനുമുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല അനവധി തെറ്റുകളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ വിവരങ്ങൾ പ്രത്യേക ടേബിളുകളായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് വിവിധ ടേബിളുകളിലായിട്ടാണ് വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത്. ഈ ടേബിളുകളിൽ തമ്മിൽ പരസ്പരം ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിൻ്റെ ബേസിൽ റിലേഷനും ഉണ്ടായിരിക്കും. അതായത് വിവരങ്ങൾ ഒരുമിച്ച് ഒരു ടേബിളിൽ സൂക്ഷിക്കുന്നതിന് പകരം പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള വ്യത്യസ്ത ടേബിളുകളായിട്ടാണ് സൂക്ഷിച്ചു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ടേബിളുകളിലുള്ള വിവരങ്ങൾ നമുക്ക് ഒരുമിച്ച് തിരിച്ചെടുക്കേണ്ട ആവശ്യം വരാം. അതായത് മൾട്ടിപ്പിൾ ടേബിളിലുള്ള ഡാറ്റ ഒരു ക്വറിയിലൂടെ നമുക്ക് തിരിച്ചെടുക്കേണ്ടതായിട്ട് വരാം. അത്തരം സന്ദർഭത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന MySQL സ്റ്റേറ്റ്മെന്റ് ആണ് ജോയിൻ എന്ന സ്റ്റേറ്റ്മെന്റ്. ഇത് മനസ്സിലാവുന്നതിന് നമുക്കൊരു എക്സാമ്പിളിലേക്ക് കടക്കാം. ഒരു ലൈബ്രറി മാനേജ്മെന്റ് ഡാറ്റാബേസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ലൈബ്രറിയിലാവുമ്പോൾ അവിടെ വിവിധ തരത്തിലുള്ള ഇൻഫർമേഷൻസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഉദാഹരണത്തിന് ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളുടെ വിവരങ്ങൾ, അവിടെയുള്ള മെമ്പേഴ്സിന്റെ വിവരങ്ങൾ, ഓരോ മെമ്പറും എടുത്തിരിക്കുന്ന പുസ്തകങ്ങളുടെ വിവരങ്ങൾ, അവയുടെ ഫൈൻ കാൽക്കുലേഷൻ, ഇത്തരം ഓരോ ആവശ്യങ്ങൾക്കും വ്യത്യസ്ത ടേബിളുകളാണ് ഉണ്ടായിരിക്കുക. നമുക്ക് ജോയിൻ ഓപ്പറേഷൻ മനസ്സിലാവുന്നതിന് ഒരു ലൈബ്രറിയിലുള്ള രണ്ട് ടേബിളുകളെ കുറിച്ച് പരിശോധിക്കാം. ഒന്നാമത്തേത് ബുക്ക് എന്ന ടേബിളും രണ്ടാമത്തേത് അവിടെയുള്ള മെമ്പേഴ്സിന്റെ വിവരങ്ങളും. ഇതിൽ ആദ്യത്തെ ടേബിളായ ബുക്ക് ടേബിളിൽ 3 ഫീൽഡുകളാണ് ഉള്ളത്. ആദ്യത്തേത് ബുക്ക് ID. ഓരോ ബുക്കുകളെയും പ്രത്യേകം തിരിച്ചറിയാനുള്ള കോഡാണ് ബുക്ക് ID എന്നത്. ആയതിനാൽ അതൊരു പ്രൈമറി കീ ആയിരിക്കും. രണ്ടാമത്തേത് എല്ലാ ബുക്കിൻ്റെയും പേര് സൂക്ഷിച്ചിരിക്കുന്ന ആട്രിബ്യൂട്ടും മൂന്നാമത്തേത് പ്രൈസ് എന്ന ആട്രിബ്യൂട്ടുമാണ്. ഇനി രണ്ടാമത്തെ ടേബിളിൽ മെമ്പർ ID എന്നൊരു ഫീൽഡാണുള്ളത്. അത് ഓരോ മെമ്പറെയും തിരിച്ചറിയാനുള്ള കോഡാണ്, ID ആണ്. അടുത്തത് ബുക്ക് ID എന്നൊരു ഫീൽഡാണ്. അടുത്തത് മെമ്പർ നെയിമും അതിൻ്റെ അടുത്ത കോളം ഓരോരുത്തരുടെയും അഡ്രസ്സുമാണ്. ഇവിടെ ബുക്ക് ID എന്നൊരു കോളം നമുക്കിവിടെ കാണാം. ഓരോ മെമ്പറും എടുത്തിരിക്കുന്ന ബുക്കിൻ്റെ ID ആണ് ബുക്ക് ID എന്ന കോളത്തിൽ ഉള്ളത്. അതായത് ഓരോ മെമ്പറും ലൈബ്രറിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ബുക്കിൻ്റെ വിവരങ്ങളാണ് ബുക്ക് ID എന്ന കോളത്തിൽ കാണുന്നത്. അതിൽ 2 പേർ നള്ളായിട്ട് നമുക്കിവിടെ കാണാം. ഇവർ ബുക്ക് ലൈബ്രറിയിൽ നിന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഒരു ലൈബ്രറിയിൽ നിന്നും ബുക്ക് എടുത്തിരിക്കുന്ന ഓരോ മെമ്പറിൻ്റെയും ബുക്ക് ID നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് മെമ്പർ ടേബിളിലുള്ള ബുക്ക് ID എന്ന ആട്രിബ്യൂട്ട് മറ്റൊരു ടേബിളായ ബുക്ക് ടേബിളിലെ പ്രൈമറി കീ ആണ്. അതായത് ബുക്ക് ടേബിളിലുള്ള പ്രൈമറി കീ ആണ് മെമ്പർ എന്ന ടേബിളിലുള്ള ബുക്ക് ID. അതുകൊണ്ട് തന്നെ ഈ ആട്രിബ്യൂട്ടിനെ നമുക്ക് ഫോറിൻ കീ എന്ന് വിളിക്കാം. അതായത്
ഒരു ടേബിളിലുള്ള ആട്രിബ്യൂട്ട് മറ്റൊരു ടേബിളിലുള്ള പ്രൈമറി കീ ആണെങ്കിൽ അത്തരം ആട്രിബ്യൂട്ടിനെ നമുക്ക് ഫോറിൻ കീ എന്ന് വിളിക്കാം. ഈ ഒരു കീ ഉപയോഗിച്ചാണ് രണ്ട് ടേബിളുകളും തമ്മിൽ റിലേഷൻ സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കുക. ഇനി നമുക്ക് ഈ രണ്ട് ടേബിളിലെയും ഡാറ്റ ഒരുമിച്ച് റിട്രീവ് ചെയ്യുക അഥവാ തിരിച്ചെടുക്കണം, ഫെച്ച് ചെയ്യണമെന്ന് കരുതുക. അതിന് നമ്മെ സഹായിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ജോയിൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതായത് മൾട്ടിപ്പിൾ ടേബിളിലുള്ള ഡാറ്റയെ ഒരു ക്വറിയിലൂടെ റിട്രീവ് ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ജോയിൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ്. മൾട്ടിപ്പിൾ ടേബിളുകളെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കാവശ്യമുള്ള ആട്രിബ്യൂട്ടുകൾ മാത്രമായിട്ടോ അല്ലെങ്കിൽ ടേബിൾ മുഴുവനായിട്ടോ നമുക്ക് ഒരു ക്വറിയിലൂടെ റിട്രീവ് ചെയ്യുവാൻ കഴിയും. പ്രധാനപ്പെട്ട ജോയിൻ ഓപ്പറേഷനുകളാണ് ഇന്നർ ജോയിൻ, ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ, അതുപോലെ ക്രോസ് ജോയിൻ എന്നിവ. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കാം. ആദ്യമായി എന്താണ് ഇന്നർ ജോയിൻ എന്ന് നമുക്ക് നോക്കാം. രണ്ടോ അതിൽ കൂടുതലോ ടാബിളുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ടേബിളുകളുടെ ജോയിൻ നടക്കുന്നത്. ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നാം കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡുകൾ മാത്രമേ ജോയിൻ ചെയ്ത ടേബിളിൽ ലഭിക്കുന്നുള്ളൂ എങ്കിൽ അത്തരം ജോയിനിങ്ങിനെ ഇന്നർ ജോയിൻ എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഉദാഹരണത്തിൽ ബുക്ക് ടേബിൾ അതുപോലെ മെമ്പർ ടേബിൾ രണ്ട് ടേബിളുകളുണ്ട്. ഇവിടെ ബുക്ക് ടേബിളിനെ ഞാനൊരു സർക്കിളിൻ്റെ രൂപത്തിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. മെമ്പർ ടേബിളിനെ മറ്റൊരു സർക്കിളിൻ്റെ രൂപത്തിൽ കാണിച്ചിട്ടുണ്ട്. ഈ രണ്ട് ടേബിളുകൾ ഒരു കണ്ടീഷനെ അടിസ്ഥാനപ്പെടുത്തി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഈ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നാം കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡുകളാണ് കമ്പൈൻ ചെയ്യുന്ന ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുക. ഈ രണ്ട് ടേബിളുകൾ കൂടിച്ചേരുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് രണ്ട് ടേബിളിലെയും കോമൺ ആയിട്ടുള്ള റെക്കോർഡുകളാണ്. ഇത്തരം റെക്കോർഡുകളെ മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത്തരം ജോയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നർ ജോയിൻ. അതായത് രണ്ട് ടേബിളിലെയും കോമൺ ആയിട്ടുള്ള റെക്കോർഡുകൾ മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് ലഭിക്കുകയാണെങ്കിൽ അത്തരം ജോയിൻ പ്രോസസ്സിനെ ഇന്നർ ജോയിൻ എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത ജോയിനായ ലെഫ്റ്റ് ജോയിൻ ആണെങ്കിൽ രണ്ട് ടേബിളുകൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നാം കൊടുക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും ലെഫ്റ്റ് സൈഡിലുള്ള ടേബിളിലെ മുഴുവൻ വിവരങ്ങളും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. പക്ഷേ റൈറ്റ് സൈഡിലുള്ള ടേബിളിലുള്ള വിവരങ്ങൾ നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതായത് രണ്ട് ടേബിളുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടേബിളിലുള്ള മുഴുവൻ ഇൻഫർമേഷനും നമുക്ക് ലഭിക്കും. റൈറ്റ് ടേബിളിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത്തരം ജോയിൻ പ്രോസസ്സിനെയാണ് ലെഫ്റ്റ് ജോയിൻ എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ ഈ റെഡ് കളറിൽ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ലെഫ്റ്റ് ടേബിളിലുള്ള മുഴുവൻ ഇൻഫർമേഷൻ പ്ലസ് മെമ്പർ ടേബിളിലുള്ള ഇത്രയും ഭാഗം കൂടി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഭാഗം കൂടി ഡിസ്പ്ലേ ചെയ്തു വരും. ഇതിനെ നമുക്ക് ലെഫ്റ്റ് ജോയിൻ എന്ന് വിളിക്കാം. ഇനി അടുത്ത ജോയിനിങ് പ്രോസസ്സായ റൈറ്റ് ജോയിനിൽ രണ്ട് ടേബിളുകൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് വലത്ത് ഭാഗത്തുള്ള ടേബിളിലുള്ള മുഴുവൻ വിവരങ്ങളും ഡിസ്പ്ലേ ചെയ്യുന്നതോടൊപ്പം ലെഫ്റ്റ് ടേബിളിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡുകൾ മാത്രം ലഭിക്കുകയാണെങ്കിൽ അത്തരം ജോയിനിങ്ങിനെ നാം വിളിക്കുന്ന പേര് റൈറ്റ് ജോയിനിങ്. അതായത് ഇവിടെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് മെമ്പർ ടേബിളിലുള്ള മുഴുവൻ റെക്കോർഡ് പ്ലസ് ബുക്ക് ടേബിളിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡുകൾ മാത്രം. ഇത്തരം ജോയിൻ പ്രോസസ്സിനെ നമുക്ക് റൈറ്റ് ജോയിൻ എന്ന് വിളിക്കാം. ഇനി അടുത്ത ജോയിൻ ഓപ്പറേഷനായ ക്രോസ് ജോയിനിലാണെങ്കിൽ
രണ്ട് ടേബിളുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ അതിലുള്ള മുഴുവൻ വിവരങ്ങളും മൾട്ടിപ്ലൈ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോസസ്സാണ് ക്രോസ് ജോയിനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ടേബിളിലുള്ള ഡാറ്റയെ മറ്റൊരു ടേബിളിലുള്ള ഡാറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരം, അതാണ് ക്രോസ് ജോയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ രണ്ട് ടേബിളുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് വലിയ ഒരു ടേബിൾ ലഭിക്കുന്നതാണ്. ആ ടേബിളിൽ ആദ്യത്തെ ടേബിളിലുള്ള ഡാറ്റ എത്രയാണോ അത് ഇൻറ്റു രണ്ടാമത്തെ ടേബിളിലുള്ള ഡാറ്റ, അത്രയും വലിയ ടേബിളാണ് നമുക്ക് ക്രോസ് ജോയിനിലൂടെ ലഭിക്കുന്നത്. ഉദാഹരണമായി ആദ്യത്തെ ടേബിളിൽ 3 റെക്കോർഡും രണ്ടാമത്തെ ടേബിളിൽ 4 റെക്കോർഡുമാണെങ്കിൽ ക്രോസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 റെക്കോർഡ് ലഭിക്കുന്നതാണ്. ക്രോസ് ജോയിൻ എന്നത് വളരെ റെയറായിട്ട് മാത്രം ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. മാത്രമല്ല ഇതിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ട് മറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ മീനിങ് ഫുള്ളായ ഇൻഫർമേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ രണ്ട് ടേബിളിനെ അടിസ്ഥാനപ്പെടുത്തി നാം പഠിച്ച 4 ജോയിൻ ഓപ്പറേഷൻസ് എങ്ങനെ പ്രാക്ടിക്കലി ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇന്നർ ജോയിൻ എന്ന കമാൻഡാണ് നാം ഉപയോഗിക്കുന്നത്. ആ കമാൻഡ് ഉപയോഗിക്കുന്ന സിൻടാക്സ് നമുക്കൊന്ന് പരിശോധിക്കാം. സെലക്ട് എന്ന കമാൻഡിന്റെ കൂടെയാണ് നാം ജോയിൻ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. സെലക്ട്. ഇനി ഏതൊക്കെ ആട്രിബ്യൂട്ടാണ് നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടേണ്ടത് അതാണ് നൽകേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏത് ടേബിളിലുള്ള ആട്രിബ്യൂട്ടാണ് എന്നുകൂടി പ്രത്യേകം പറയണം. അതിന് ടേബിൾ നെയിം ഡോട്ട് ആട്രിബ്യൂട്ട് നെയിമാണ് നൽകേണ്ടത്. ഉദാഹരണമായി ബുക്ക് ടേബിളിലുള്ള ബുക്ക് ഐ ഡി നമുക്ക് വേണമെങ്കിൽ ബുക്ക് ഡോട്ട് ബുക്ക് ഐ ഡി കോമ, അടുത്തത് ബുക്ക് ടേബിളിലുള്ള ബുക്ക് നെയിം വേണം, അതിന് ബുക്ക് ഡോട്ട് ബുക്ക് നെയിം കോമ. ഇനി വേണ്ടത് മെമ്പർ ടേബിളിലുള്ള മെമ്പർ നെയിമും അതുപോലെ അവരുടെ അഡ്രസ്സുമാണ്. അതിന് മെമ്പർ ഡോട്ട് മെമ്പർ നെയിം കോമ മെമ്പർ ഡോട്ട് അഡ്രസ്. ഇനി നൽകേണ്ടത് ടേബിൾ നെയിമാണ്. ഇവിടെ ടേബിൾ നെയിം ബുക്കാണ് ഞാൻ നൽകുന്നത്, ഫ്രം ബുക്ക്. ഇനി ഇന്നർ ജോയിൻ അടുത്ത ടേബിളിന്റെ പേര് മെമ്പർ, ഇന്നർ ജോയിൻ മെമ്പർ. ഇനി ഏത് കണ്ടീഷനെ ബേസ് ചെയ്താണ് ഈ രണ്ട് ടേബിളും തമ്മിൽ ജോയിൻ ചെയ്യേണ്ടത് അതുകൂടി സ്പെസിഫൈ ചെയ്യേണ്ടതാണ്. അതിന് ഓൺ എന്നാണ് നാം ഇവിടെ ഉപയോഗിക്കുന്നത്. ഓൺ കണ്ടീഷനാണ് അടുത്തത് നൽകേണ്ടത്. ഞാൻ നൽകുന്നത് ബുക്ക് ഡോട്ട് ബുക്ക് ഐ ഡി ഈസ് ഈക്വൽ ടു മെമ്പർ ഡോട്ട് ബുക്ക് ഐ ഡി. ഇനി ഈ കമാൻഡ് മുഴുവനായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. സെലക്ട് ചെയ്യണം. എന്തൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത്? ബുക്ക് എന്ന ടാബിളിലുള്ള ബുക്ക് ഐ ഡി, അതുപോലെ ബുക്ക് എന്ന ടാബിളിലുള്ള ബുക്ക് നെയിം, മെമ്പർ ടാബിളിലുള്ള മെമ്പർ നെയിം, മെമ്പർ ടാബിളിലുള്ള അഡ്രസ്. അതായത് രണ്ട് വ്യത്യസ്ത ടാബിളുകളിലുള്ള ഫീൽഡ് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം ഫ്രം എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നാം ഉപയോഗിക്കേണ്ടത്. ഫ്രം ഫസ്റ്റ് ടേബിളിന്റെ പേര്, ഇന്നർ ജോയിൻ സെക്കൻഡ് ടേബിളിന്റെ പേര്. ഇനി നൽകേണ്ടത് കണ്ടീഷനാണ്. കണ്ടീഷൻ നൽകുന്നതിന് ഓൺ എന്ന ക്ലോസ് ആണ് നാം ഉപയോഗിക്കുന്നത്. ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ബുക്ക് എന്ന ടേബിളിലുള്ള ബുക്ക് ഐ ഡിയും മെമ്പർ എന്ന ടേബിളിലുള്ള ബുക്ക് ഐ ഡിയും ഈക്വൽ ആയിരിക്കണം. ഇനി നമുക്ക് ടേബിൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ബുക്ക് എന്ന ടേബിളിലുള്ള ബുക്ക് ഐ ഡി, അതുപോലെ മെമ്പർ എന്ന ടേബിളിലുള്ള ബുക്ക് ഐ ഡി, ഈ രണ്ട് ആട്രിബ്യൂട്ടിലെയും ഡാറ്റ ഈക്വൽ ആണെങ്കിൽ മാത്രം ഡിസ്പ്ലേ ചെയ്യുക എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം
മെമ്പർ എന്ന ടേബിളിലുള്ള 3 പേര് മാത്രമേ ബുക്ക് എടുത്തിട്ടുള്ളൂ. 2 പേരുടെ ഡാറ്റ നള്ളാണ്. അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 3 റെക്കോർഡ് മാത്രമേ 2 ടേബിളിലും ഉണ്ടായിരിക്കൂ. അത്തരം റെക്കോർഡുകൾ മാത്രമേ ഈ ഇന്നർ ജോയിനിലൂടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുകയുള്ളൂ. നമുക്കത് എന്റർ കീ പ്രസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ബുക്ക് എന്ന ടേബിളിലുള്ള ബുക്ക് ഐ ഡി എന്ന ഫീൽഡ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. 3 ബുക്ക് ഐ ഡി ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതിന്റെ ബുക്ക് നെയിമും അതെടുത്തിരിക്കുന്ന മെമ്പറിന്റെ പേരും അവരുടെ അഡ്രസ്സും. അപ്പോൾ 2 വ്യത്യസ്ത ടേബിളിലാണെങ്കിൽ തന്നെ ഈ ഡാറ്റ മുഴുവനായിട്ട് നമുക്ക് ഒരൊറ്റ കുറിയിലൂടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നതാണ്. ഇനി ലെഫ്റ്റ് ജോയിൻ ഉപയോഗിച്ച് നമുക്ക് ഈ 2 ടേബിളുകളെ ജോയിൻ ചെയ്ത് നോക്കാം. അതിന് നേരത്തെ കൊടുത്തതുപോലെ തന്നെ സെലക്ട് ബുക്ക് എന്ന ടേബിളിലുള്ള ബുക്ക് ഐ ഡി, ബുക്ക് എന്ന ടേബിളിലുള്ള ബുക്ക് നെയിം, മെമ്പർ എന്ന ടേബിളിലുള്ള മെമ്പർ നെയിം, അതുപോലെ മെമ്പർ എന്ന ടേബിളിലുള്ള അഡ്രസ്. ഈ ഡീറ്റെയിൽസ് ആണ് നാം സെലക്ട് ചെയ്യുന്നത്. ഫ്രം ഫസ്റ്റ് ടേബിളിന്റെ പേര് ബുക്ക്. ഇനി നേരത്തെ നാം ഇന്നർ ജോയിൻ ആണ് ഉപയോഗിച്ചതെങ്കിൽ നമുക്കിവിടെ ലെഫ്റ്റ് ജോയിൻ ഉപയോഗിക്കാം. ലെഫ്റ്റ് ജോയിൻ സെക്കൻഡ് ടേബിളിന്റെ പേര് മെമ്പർ. ഇനി ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് എന്ന് പറയുന്ന ടേബിൾ ജോയിൻ സ്റ്റേറ്റ്മെന്റിന്റെ ഇടത് ഭാഗത്ത് വരുന്ന ബുക്ക്, അതാണ് ലെഫ്റ്റ് ടേബിൾ. അതുപോലെ ജോയിൻ എന്ന സ്റ്റേറ്റ്മെന്റിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന മെമ്പർ, അത് റൈറ്റ് ടേബിൾ. ഇനി കണ്ടീഷൻ പറയാം. ഓൺ ബുക്ക് ഡോട്ട് ബുക്ക് ഐ ഡി ഇസ് ഈക്വൽ ടു മെമ്പർ ഡോട്ട് ബുക്ക് ഐ ഡി. ഇനി ഈ കമാൻഡ് നാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നമുക്ക് ബുക്ക് ടേബിളിലുള്ള മുഴുവൻ ഡാറ്റയും ഡിസ്പ്ലേ ചെയ്തതായിട്ട് കാണാം. ബുക്ക് ഐ ഡി മുഴുവനായിട്ട് കാണാം, ബുക്ക് നെയിമും മുഴുവനായിട്ട് കാണാം. പക്ഷേ റൈറ്റ് ടേബിളിലുള്ള 3 റെക്കോർഡ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യുകയുള്ളൂ. മെമ്പർ നെയിമും അഡ്രസ്സും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 3 എണ്ണം മാത്രമേ ഉണ്ടായിരിക്കൂ. ബാക്കിയുള്ള ഡാറ്റ നള്ളായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ലെഫ്റ്റ് ടേബിളിലുള്ള മുഴുവൻ ഡാറ്റയും ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വരും. റൈറ്റ് സൈഡിലുള്ള ടേബിളിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡുകൾ മാത്രമേ ലെഫ്റ്റ് ജോയിനിൽ ഡിസ്പ്ലേ ചെയ്യുകയുള്ളൂ. ഇനി നമുക്ക് റൈറ്റ് ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ സെലക്ട് നമുക്ക് ആവശ്യമുള്ള ഫീൽഡ് പറയുക. ഫ്രം ഫസ്റ്റ് ടേബിളിന്റെ പേര് ബുക്ക്. ഇവിടെ ബുക്ക് ലെഫ്റ്റ് ടേബിൾ ആണ്. റൈറ്റ് ജോയിൻ മെമ്പർ ഓൺ കണ്ടീഷൻ ബുക്ക് ഡോട്ട് ബുക്ക് ഐ ഡി ഇസ് ഈക്വൽ ടു മെമ്പർ ഡോട്ട് ബുക്ക് ഐ ഡി. ഈ കമാൻഡിന്റെ ഔട്ട്പുട്ട് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള ടേബിൾ അഥവാ മെമ്പർ ടേബിളിലുള്ള മുഴുവൻ ഡാറ്റയും 5 പേരുടെ ഡാറ്റയും ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വന്നതായിട്ട് കാണാം. പക്ഷേ ലെഫ്റ്റ് ടേബിളായ ബുക്ക് ടേബിളിലുള്ള 3 റെക്കോർഡ് മാത്രമേ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. കാരണം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 3 റെക്കോർഡ് മാത്രമേ ഇവിടെയുള്ളൂ. ഇനി നമുക്ക് ക്രോസ് ജോയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ക്രോസ് ജോയിൻ എന്നത് 2 ടേബിളുകളുടെ മൾട്ടിപ്ലിക്കേഷനായിട്ട് നമുക്ക് കണക്കാക്കാം. അതിൻ്റെ റിസൾട്ട് കാണുന്നതിന് നാം നേരത്തെ ചെയ്ത പോലെ തന്നെ സെലക്ട് ഏതൊക്കെ ആട്രിബ്യൂട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് അത് സെലക്ട് കമാൻഡിന് ശേഷം നൽകുക. ഫ്രം ഫസ്റ്റ് ടേബിൾ നെയിം, അതിനുശേഷം ക്രോസ് ജോയിൻ സെക്കൻഡ് ടേബിളിൻ്റെ പേര്, ഇവിടെ മെമ്പർ. ഇനി ക്രോസ് ജോയിനിന് നാം കണ്ടീഷൻ നൽകേണ്ട ആവശ്യമില്ല. ഇവിടെ ഫസ്റ്റ് ടേബിളിലെ ഓരോ റെക്കോർഡിനെയും എടുത്ത് സെക്കൻഡ് ടേബിളിലുള്ള മുഴുവൻ റെക്കോർഡുമായിട്ട് കമ്പൈൻ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്.
നമ്മുടെ ഈ എക്സാമ്പിളിൽ ഫസ്റ്റ് ടേബിളിൽ 5 റെക്കോർഡുണ്ട്, സെക്കൻഡ് ടേബിളിലും 5 റെക്കോർഡുണ്ട്. അപ്പോൾ 5 × 5 25 റെക്കോർഡ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് ലഭിക്കും. ഈ കിട്ടുന്ന ഔട്ട്പുട്ട് നോർമലി മീനിങ് ഫുൾ ആയിരിക്കില്ല. ഇത് മറ്റ് ക്വറിയുടെ കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രോസ് ജോയിൻ കമാൻഡ് വളരെ റെയറായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനിയുള്ള പാഠഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്.